ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്താലോ? കുറച്ച് നാളായി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്തിട്ട്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഞാനിവിടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഫേസ് വാഷിന് ശേഷം നമ്മൾ വൈറ്റമിൻ സി സിറം, ഡോക്ടർ ആലീസിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലും ഇത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഫേസ് വാഷ് മാത്രം ഡിഫറെൻ്റ് ആയിരുന്നു. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽസിൻ്റെ പപ്പായ ഫേസ് വാഷ് ആയിരുന്നു. ഇവിടെ ഹിമാലയാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് ഇതിൽ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ കുളിച്ച് വന്ന് കഴിഞ്ഞപ്പം ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി സിറം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫേസിൽ മാത്രം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ഫേസ് വാഷിന് ശേഷം വൈറ്റമിൻ സി സിറം നന്നായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ഓൾ ഓവർ ദി ഏരിയ, ലൈക്ക് ഫേസ്, നെക്ക് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു സ്ഥലം വിട്ടുപോരുന്നത്, എസ്പെഷ്യലി നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ഏരിയ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് വിട്ടുപോകരുത്. ഇപ്പം നമ്മൾ ജസ്റ്റ് പുറത്തോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്വിക്കായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി, അങ്ങനെയാണ്. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിമാലയയുടെ ബേബി ക്രീമാണ്. ലൈക്ക് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പോൺസിൻ്റെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഹിമാലയയുടെ ബേബി ക്രീമാണ്. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ മോയ്സ്ചറൈസറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് വേറൊന്നും കംഫർട്ടബിളായിട്ട്, എൻ്റെ സ്കിന്നിന് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇത് രണ്ടും മാറി മാറി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് കാലമായിട്ട് ഞാൻ ഹിമാലയയുടെ ബേബി ക്രീം തന്നെ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഒരുപാട് ഡ്രൈ സ്കിന്നല്ല, ബട്ട് നോർമൽ ടു ഡ്രൈ ആണ്. സോ ഹിമാലയയുടെ ഈ ഒരു ബേബി ക്രീം എൻ്റെ സ്കിന്നിന് വളരെ സ്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ വേറെ പ്രൊഡക്റ്റിലേക്കൊന്നും സ്വിച്ച് ചെയ്യാറില്ല. പിന്നെ ഇത് നമുക്ക് അഫോർഡബിൾ ആണ്, വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. സോ പോൺസ് അല്ലെങ്കിൽ ഹിമാലയയുടെ ബേബി ക്രീം, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി ക്രീമാണ്. അതും നെക്കിലും ഫേസിലും നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഹെയർ കോംബ് ചെയ്യാണ്. ഇന്ന് രാവിലെ കുളിച്ചത് കൊണ്ട് തന്നെ എൻ്റെ മുടി ജസ്റ്റ് ഒരു നനവുണ്ട്. കുറച്ച് മുന്നെയാണ് ഞാൻ കുളിച്ചത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഹെയർ വല്ലാതെ ഇങ്ങനെ കോംബ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ മുടി നമ്മളിങ്ങനെ പറ്റിച്ച് കോംബ് ചെയ്യില്ല, അതെനിക്കിഷ്ടമല്ല. ഇപ്പം ഞാൻ ജസ്റ്റ് മേലെ കൂടി ഒന്ന് കോംബ് ചെയ്യുക മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് യൂഷ്വലി ഇഷ്ടം. ചില ദിവസങ്ങളിൽ ഞാൻ കോംബ് ചെയ്യാറ് പോലുമില്ല. അപ്പം കോംബ് ചെയ്യണമെന്ന് ഡിപ്പെൻസ് ആണ്. ചില ആൾക്കാർക്ക് ഇഷ്ടമാവും കോംബ് ചെയ്യുന്നത്, ബട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് കോംബ് ചെയ്യുന്നത് ഇഷ്ടമല്ല എൻ്റെ ഹെയർ. സോ നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട്, മുടിയിലെ കെട്ടൊക്കെ ഞാൻ ആദ്യം കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, കോംബ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തർ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലൊക്കെ കാണാം, വേറെ വേറെ പല ഡിഫറെൻറ്റ് ടൈപ്പിൽ ഹെയർ സെറ്റ് ചെയ്ത്. ഞാനിപ്പോൾ ജസ്റ്റ് പുറത്തോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടി ഒന്ന് ഹെയർ കോംബ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വുഡിൻ്റെ ഒരു കോമ്പാണ്, നീം കണ്ടൻറ്റുള്ള. ഞാൻ എവിടെ നിന്നോ വാങ്ങിച്ചതാണ്, എനിക്ക് ഓർമ്മയില്ല, മോളിൽ നിന്ന് കണ്ടാന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിൽ. എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണിത്, ബ്ലൂ ഹെവൻ്റെ. ഇതും ഞാൻ മലപ്പുറത്തുള്ളൊരു മോളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ മേടിച്ചതാണ്. ആൻഡ് ഇത് അടിപൊളിയാണ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഐലൈനറാണ് ബ്ലൂ ഹെവൻ്റെ. ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യുന്നതിൽ ഒരു വലിയ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം, ബിക്കോസ് എൻ്റെ രണ്ട് കണ്ണും രണ്ട് രീതിയിലായിരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ വരിക. സോ മാക്സിമം ഞാൻ രണ്ടും ഒരേപോലെ, കണ്ണിൻ്റെ മേലെയും ഒരേപോലെ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ഇവിടെയും അതുപോലെ തന്നെ ഞാൻ മാക്സിമം രണ്ട് കണ്ണിലും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. കണ്ണിൻ്റെ അടി എഴുതുന്നത് എനിക്കിഷ്ടമല്ല. അതായത് ഹിമാലയ അല്ലെങ്കിൽ കാജലൊക്കെ വെച്ചിട്ട് അടിയിൽ കണ്ണെഴുതുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദാറ്റ്. സോ ഞാൻ മുകളിൽ മാത്രമാണ് അധികം യൂഷ്വലി കണ്ണെഴുതാറുള്ളത് ഐലൈനർ യൂസ് ചെയ്തിട്ട്. വല്ലപ്പോഴും മാത്രമേ കണ്ണിൻ്റെ അടിയിൽ ഞാൻ കണ്ണെഴുതാറുള്ളൂ. സോ നമ്മൾ രണ്ട് കണ്ണിൻ്റെയും മുകളിലായിട്ട് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റാണെന്ന് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് എഴുതിയതാണ്. സോ നമ്മുടെ ഐലൈനറും അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽവയുടെ ഒരു ലിപ് ബാമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതും കുറച്ച് നാളെന്നല്ല, എനിക്ക് തോന്നുന്നു 1.5-2 ഇയർ ഒക്കെ ആയി കാണുന്നു. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് വിൽവേൻ്റെ.
ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഒരു 2 ഇയറിന് മേലെയായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഞാൻ സാധനം ഇതുവരെ തീർന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പകുതി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. ഇതുവരെ കേടായിട്ടുമില്ല. സോ കുറേ കാലമായി എൻ്റെ കൂടെ വിൽവയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ലിപ് ബാം, ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നു. സോ അതിനുശേഷം നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്ക്, മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ആക്ച്വലി ക്രയോൺ ലിപ്സ്റ്റിക്കാണിത് മാറ്റിൻ്റെ. സോ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇതും എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ്. കാര്യം ഞാൻ എവിടെ പോകുമ്പോഴും ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർപ്പിൾ കളർ ബനിയനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പാണ്, ബനിയനാണ്, ലൈക്ക് ടീഷർട്ട് എന്നാണ്. സോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ വിമൻ IFFKക്ക് പോയ സമയത്ത് ഞാൻ അവിടുന്ന് കണ്ടിഷ്ടമായിട്ട്, ഞാൻ ആക്ച്വലി അവിടുന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ കളർ കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതും ഒരു 2 ഇയറായി എൻ്റെ കയ്യിൽ ഈ ഒരു ടോപ്പ്. സോ ഇതാണ് ഈ ഒരു പർപ്പിൾ കളർ ബനിയൻ ടോപ്പാണ് ഞാനിവിടെ വെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു ജോഗറിൻ്റെ പാൻറ്റാണ് ഇടുന്നത്. അത് എൻ്റെ അല്ല, അപ്പുവിൻ്റെയാണ്. അപ്പു അറിയാതെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അതിനുശേഷം നമ്മളൊരു പോണിറ്റെയിൽ മുടി കെട്ടാനായിട്ട് ട്രൈ ചെയ്തത്. പോണിറ്റെയിൽ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ പുറത്തോട്ടേക്ക് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊരു വീഡിയോ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. അപ്പം ഒരു പോണിറ്റെയിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് പോണിറ്റെയിലായി എന്നൊക്കെ പറയാം. എനിക്കിങ്ങനെ വല്ലാണ്ട് പൊന്തിച്ച് മുടി കെട്ടുന്നത് എനിക്കിഷ്ടമല്ല. സോ ഇങ്ങനെ ഒരു മീഡിയം ലെവലിൽ പോണിറ്റെയിലാക്കി കെട്ടുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ നമ്മൾ മുടിയും കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാൻ്റ് ഇടാം. ഇതാണ് അപ്പുവിൻ്റെ ജോഗർ ടൈപ്പ് പാൻറ്റ്. അവൻ ഇടയ്ക്ക് കമ്പനിയിലൊക്കെ പോകുമ്പം ഇടുന്ന ഡ്രസ്സാണ്, അല്ലെങ്കിൽ പുറത്തോട്ടേക്കൊക്കെ എവിടെയൊക്കെ പോകുമ്പോൾ ഇടും. അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. ആൻഡ് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. ബനിയൻ ഇട്ടു, ടീഷർട്ട് ഇട്ടു, പാൻറ്റ് ഇട്ടു, ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.